ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്, എന്നാലും ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ടും സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം വളരെയേറെ താഴ്ന്നു. ഇനിയും താഴോട്ട് പോകാനാണ് സാധ്യത. നമ്മൾ പണ്ട് ഒരു 500 രൂപയ്ക്ക് ജോലി ചെയ്താൽ ഒരു 300 രൂപയ്ക്കൊക്കെ കഷ്ടിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കി ബാക്കി 100 രൂപ ബാക്കി പിടിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ 1500 രൂപയ്ക്ക് ജോലി ചെയ്താലും അതിൽ നിന്ന് 10 പൈസ ബാക്കി വയ്ക്കാൻ വലിയ സമ്പത്തുള്ളവരെയും അല്ലാത്തവരെയും കണക്ക് കൂട്ടരുത്. ഈ താഴെ സാധാരണ മിഡിൽ ക്ലാസ് ആൾക്കാർ വളരെയേറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. കറണ്ടിനായിരുന്നാലും വെള്ളത്തിനായിരുന്നാലും പണ്ട് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വർഷങ്ങളോളം കൊണ്ട് ഒരു മാസം 2 മാസത്തിൽ ഈ ബില്ല് വരുമ്പോൾ 300 രൂപയൊക്കെയാണ് വെള്ളത്തിന് അടച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതേ സ്ഥാനത്ത് എങ്ങനെ വെള്ളക്കരം കൂട്ടിയോ എത്ര പെർസെൻറ്റേജ് കൂട്ടിയോ എന്നറിയില്ല, 1000 രൂപയ്ക്ക് മുകളിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സത്യമാണ് പറയുന്നത്. ഇതൊരിക്കലും ഒരു കള്ളം പറഞ്ഞ് എന്തെങ്കിലും വാദിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. നിത്യേന വരുന്ന ഇത്തരം ചിലവുകൾ, കറണ്ടിന് മുൻകാലങ്ങളിൽ ഞങ്ങൾ 1000-1500 രൂപ 2 മാസത്തിലൊക്കെ അടച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് ഇപ്പോൾ വരുന്ന 3000-3500 രൂപയാണ്. ഇതിന് ആര് ഫേസ് ചെയ്യും, ആര് കൊടുക്കും? ഇതിൻ്റെ വരുന്ന ഫലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, മനസ്സിലാവും, വിഷമങ്ങളാണ്. പരിഹരിക്കപ്പെടേണ്ടത് സർക്കാരുകളാണ്. ഇത് തീരുമാനങ്ങൾ എടുക്കുന്നവർ ഈ താഴേക്കെട്ടിലോട്ടുള്ള ഒന്ന് അന്വേഷിച്ചിട്ടെങ്കിലും മിനിമം വെള്ളത്തിനും കറണ്ടിനും വില കൂട്ടിയാൽ തന്നെ സാധാരണ പാചകവാദത്തിനൊക്കെ കൂട്ടിയാൽ പിന്നെ സാധാരണ ജനം എവിടെ പോകും? ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ വരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ വരുമാനം ഉള്ള സോഴ്സും കൂടെ അവർക്ക് കാണിച്ചു കൊടുത്താൽ മതി, പ്രശ്നമില്ല. അതില്ല കേരളത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ അതില്ല.